കർത്താവിൻ്റെ ധന്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2024 ഏറ്റവും അവസാന ദിനമായ ഡിസംബർ 31 നാം ആയിരിക്കുന്നു. നമ്മളെ വിട്ടൊരു സംവത്സരം കടന്നു പോവുകയും ഒരു പുതിയ സംവത്സരത്തിലേക്ക് നാം കാലെടുത്ത് കുത്തുകയും ചെയ്യുന്ന ഒരു നിർണായകമായ പ്രത്യേകമായ സമയത്താണ് നാം ആയിരിക്കുന്നത്. ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ അതിൻ്റെ ബാല്യകാല ഓർമ്മയിൽ നിന്നും ഒക്കെ ചികഞ്ഞെടുത്ത് ചില കാര്യങ്ങൾ പങ്കുവയ്ക്കുവാൻ താല്പര്യപ്പെടുകയാണ്. എൻ്റെ ബാല്യകാലം ഒരു എപ്പിസ്കോപ്പൽ സഭയുടെ ഭാഗമായി ജനിച്ച് വളർത്തപ്പെട്ട ഒരു ബാല്യകാലമാണ് എനിക്കുണ്ടായിരുന്നത്. എന്നാൽ എൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങളും അടങ്ങുന്ന ഞങ്ങളുടെ കുടുംബം എൻ്റെ ചെറിയ പ്രായത്തിൽ, എനിക്ക് ഏകദേശം 5 വയസ്സ് പ്രായമുള്ളപ്പോൾ പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് ഞങ്ങൾ കുടുംബമായിട്ട് കടന്നു വരികയും നാളിതുവരെ ആ ക്രിസ്തീയ വിശ്വാസത്തിൽ തുടരുന്നതിനും കർത്താവ് കൃപ നൽകി. ഞാൻ ഈ കാലയളവിലൊക്കെ എൻ്റെ മനസ്സിലൂടെ പോയ പല ചിന്തകൾ, അതായത് ഈ സമൂഹത്തിൽ നാം അനുഷ്ഠിക്കുന്ന പല കാര്യങ്ങൾ ഒക്കെ ഞാൻ വിലയിരുത്തുകയുണ്ടായി. അതിൽ പ്രത്യേകമായിട്ട് ഇന്ന് ഞാൻ സംസാരിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മുടെ ആണ്ടർതി യോഗവും നവവത്സര പ്രാർത്ഥന അല്ലെങ്കിൽ ആ പ്രവേശനം സംബന്ധിച്ചുള്ള ചില ചിന്തകളാണ്. ഞാൻ ഓർപ്പിച്ചതുപോലെ എനിക്ക് കേവലം 5 വയസ്സ് പ്രായമുള്ളൊരു സമയത്താണ് ഞങ്ങളൊരു പെന്തക്കോസ്ത് സഭയുടെ ഭാഗമായിട്ട് ആരാധനയ്ക്ക് കടന്നു പോകുന്നത്. അങ്ങനെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ ഇതുപോലെ ഡിസംബർ 31 അർദ്ധരാത്രിയിലെ പ്രാർത്ഥന, അതിന് ആണ്ടർതി യോഗം എന്ന് പറയും, അല്ലെ ഓൾ നൈറ്റ് പ്രെയർ. 12 മണിക്ക് ശേഷം പുതുവത്സരത്തെ സ്വീകരിച്ചുകൊണ്ട് ഉള്ള പ്രാർത്ഥനകൾ. അന്നത്തെ പ്രാർത്ഥനകൾ ഇന്നത്തേതിലും കുറച്ചുകൂടെ സമയദൈർഘ്യമുള്ളതായിരുന്നു. അതെൻ്റെ ഓർമ്മയിൽ ഏകദേശം വൈകുന്നേരം 9 മണിക്ക് ആരംഭിക്കുന്ന പ്രാർത്ഥന വെളുപ്പിന് 5 മണി വരെയൊക്കെ നീണ്ടു നിൽക്കുന്ന, അതായത് പല ചടങ്ങുകളൊക്കെ ഉണ്ട്. ഇടയ്ക്ക് ആഹാരം കഴിക്കാനുള്ള സമയം, അതിനുശേഷം തലേ വർഷത്തെ അല്ലെങ്കിൽ ആ കഴിഞ്ഞു പോകുന്ന വർഷത്തെ ഓർമ്മകൾ പുതുക്കി സാക്ഷ്യം പറയുക, പുതിയ വർഷത്തിൽ പുതിയ തീരുമാനമെടുത്തുകൊണ്ട് പുതിയ സാക്ഷ്യം പറയുക. അങ്ങനെ ഒരു വ്യക്തി തന്നെ 2 സാക്ഷ്യം പറയും. പഴയ വർഷത്തെ ഒരു മെസ്സേജ്, പുതിയ വർഷത്തെ ഒരു മെസ്സേജൊക്കെ സഭാ ശുശ്രൂഷകനെ നൽകിത്തരും. ചിലരൊക്കെ പ്രബോധിപ്പിക്കും. അപ്പോൾ രസകരമായൊരു കാര്യം, ഞങ്ങളിങ്ങനെ പോകുമ്പോൾ കുട്ടികളായ ഞങ്ങൾക്കൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഉറക്കം വരും. അപ്പം കൊച്ചു കുട്ടികളൊക്കെ പയത്തന്നെ കിടന്നുറങ്ങും. അപ്പം അന്ന് സഭയിൽ വളരെ പ്രായമുള്ള ഒരു പിതാവുണ്ടായിരുന്നു. അപ്പോൾ ഈ ജനത്തിൻ്റെ ഈ പ്രാർത്ഥനയ്ക്ക് ഇടയ്ക്കുള്ള ഉറക്കം കളയാൻ വേണ്ടി അദ്ദേഹം ഉണങ്ങിയ കുരുമുളകുമായിട്ട് വരും. ഒരു വലിയ കവർ നമ്മൾ കപ്പലിൻ്റെയൊക്കെ പൊഞ്ഞുകൊണ്ട് വരുന്ന പോലെ വന്നിട്ട് എല്ലാവർക്കും കുറച്ച് കൊടുക്കും. അപ്പോൾ ഇത് രാത്രിയിലൊക്കെ ഇത് കടിക്കുമ്പം അതിൻ്റെ എരിവ് നിമിത്തം ഉറക്കമൊക്കെ പോയി ഉണർന്നിരിക്കുന്ന ഒരു പൊടിക്കയാണ് സ്വീകരിച്ചിരുന്നത്. അങ്ങനെ ഈ സങ്കീർത്തനമൊക്കെ വായിച്ച് പുതുവർഷത്തിലേക്ക് ചില സ്ഥലത്തൊക്കെ ഒരു അടി മുൻപോട്ട് കയറി നിന്ന് ഈ പുതിയ വർഷത്തെ സ്വീകരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ ചില സഭകളിൽ ആ സമയത്ത് കാലുകഴുകൽ ശുശ്രൂഷ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിവർത്തിക്കാറുണ്ട്. അപ്പം ആദ്യം ചെയ്യുന്നൊരു കാര്യം, ആ കഴിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ ആ വർഷത്തെക്കുറിച്ചുള്ള കർത്താവ് ചെയ്തിട്ടുള്ള നന്മകളും ഉപകാരങ്ങളും ഒക്കെ സ്മരിച്ചുകൊണ്ട് കർത്താവിന് നന്ദി അർപ്പിക്കുക. അല്ലെങ്കിൽ അതൊക്കെ എങ്ങനെ നന്ദി അർപ്പിക്കുമെന്ന് ചോദിച്ചാൽ അത് പാട്ടിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഒക്കെ ചെയ്യും. കൂടെ ഓരോരുത്തരായിട്ട് എഴുന്നേറ്റ് നിന്ന് അവരുടെ സാക്ഷ്യം പറയും.
രോഗം വന്ന സൗഖ്യമായ കാര്യങ്ങൾ, കടഭാരം മാറിയ ചരിത്രങ്ങൾ, അങ്ങനെ ജീവിതത്തിൽ ദൈവം ആ വർഷം തന്നിട്ടുള്ള വീട് വെച്ചവർ അതിനെക്കുറിച്ച്, വാഹനം വാങ്ങിയ അതിനെക്കുറിച്ച്, വിവാഹം കഴിപ്പിച്ചതിനെക്കുറിച്ച്, അങ്ങനെ വ്യത്യസ്തമായ നിലകളിൽ ഓരോരുത്തരും തങ്ങളുടെ അനുഭവങ്ങളെ അവിടെ പങ്കുവെക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യും. അപ്പം 12 മണിയാകാൻ അല്പം മിനിറ്റുകൾ ബാക്കിയുള്ളപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് സ്തോത്രഗീതം പാടുകയും ഒരു സങ്കീർത്തനം വായിച്ച് പുതുവത്സരത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. പിന്നീടാണ് പുതിയ വർഷത്തെ നമ്മുടെ തീരുമാനങ്ങളും നമ്മുടെ പ്രതിഷ്ഠകളും ഒക്കെ ഓരോരുത്തരായിട്ട് എഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞ്, ഇതങ്ങോട്ട് അധികമാകുമ്പം പാസ് പറയുന്ന എല്ലാവർക്കും പാടാനുള്ള സമയം ഉണ്ടാകത്തില്ല. അപ്പോൾ അവർ പാട്ട് പാടുമ്പം കുറച്ച് പേര്, അപ്പം പക്ഷേ എല്ലാവർക്കും പാടണം, എല്ലാവർക്കും സാക്ഷ്യം പറയണം, പുതിയ തീരുമാനങ്ങൾ എടുക്കണം. പക്ഷേ ഈ എടുക്കുന്ന പല തീരുമാനങ്ങളും അതിന് ശേഷം വരുന്ന അടുത്ത വർഷം പലരും പറയും, എനിക്ക് അന്ന് ദൈവസേന ഒരുപാട് പുതിയ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനായിട്ട് ഇടയായി തീർന്നു, എന്നാൽ അത് പലതും എനിക്ക് നിവർത്തിപ്പാൻ കഴിഞ്ഞില്ല, ഞാൻ അടുത്ത വർഷം ദൈവസേനയിൽ വിശ്വസ്തയായി നിന്നുകൊണ്ട് അതൊക്കെ നിവർത്തിക്കും എന്ന് പറയും. ഇതൊരു ചടങ്ങ് പോലെ പലപ്പോഴും പോകുന്ന കാഴ്ചകളാണ് കാണാറായിട്ടുള്ളത്. അതിപ്പം ഈ ലോകത്തിലെ ഏറ്റവും വലിയ, അല്ലെങ്കിൽ എല്ലാവരും തന്നെ ഒരുപോലെ വ്യത്യസ്ത രീതികളിൽ ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് ന്യൂ ഇയർ അഥവാ പുതുസംവത്സരം. അത് ഓരോരുത്തരും അവരുടെ രീതികളിൽ ചെയ്യുന്നു. ചിലർ ബാറിൽ കൂടുന്നു, ചിലർ കടൽപ്പുറത്ത് കൂടുന്നു, ബീച്ചിൽ കൂടുന്നു, റോഡിൽ കൂടുന്നു, അതിനായിട്ട് പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ കൂടുന്നു. ഓരോ രീതികൾ, ഓരോ മതത്തിൽ വിശ്വസിക്കുന്നവരും മതത്തിൻ്റേതായ പ്രാർത്ഥനാ സ്ഥലങ്ങളിൽ കൂടി ആചരിക്കുന്നു. എങ്കിൽ എല്ലാവരും ഇതിനെ ഒരു ആഘോഷമാക്കി മാറ്റുന്നൊരു കാഴ്ച നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ ഞാൻ വിശുദ്ധ വേദപുസ്തകം പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നൊരു കാലയളവിൽ എന്നെ ചിന്തിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ഇന്ന് തൽക്കാലം ഒന്ന് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ തിരുവചനത്തിൽ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവം ചെയ്തിട്ടുള്ളതായ നന്മകൾക്കും ഉപകാരങ്ങൾക്കും ദൈവം ഓരോ ദിവസവും ഓരോ പ്രഭാതത്തിൽ നാം എഴുന്നേറ്റ് ഓരോ പ്രദോഷം വരെയും ദൈവം നമ്മളെ പരിപാലിക്കുന്നു, നടത്തുന്നു, ദൈവം നമ്മളെ സൂക്ഷിക്കുന്നു, ആയുസ്സും ആരോഗ്യം തരുന്നു, നമ്മുടെ ജീവനും ഭക്തിയും ആവശ്യമായതെല്ലാം ദൈവം നമുക്ക് നൽകിത്തരുന്നു. അപ്പോൾ ദൈവം ചെയ്യുന്ന എല്ലാ നന്മകൾക്കും ഉപകാരങ്ങൾക്കും നമ്മൾ അപ്പോഴപ്പോൾ ദൈവത്തിന് നന്ദി അർപ്പിക്കുവാൻ കടമപ്പെട്ടവരാണ്. ഇതെല്ലാം നാം സൂക്ഷിച്ച് വെച്ചിട്ട് ഡിസംബർ മാസം 31-ാം തീയതി ഇതെല്ലാം കൂടി ഒരു ഹോൾസെയിൽ കച്ചവടം പോലെ നന്ദി അർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. പക്ഷികളെ നമ്മൾ നോക്കിയാൽ രാവിലെ അത് ഉണർന്ന് പാട്ടുപാടി അത് അതിൻ്റെ ആഹാരം തേടി കടന്നു പോകുന്നു, വൈകുന്നേരം അത് ഒരുമിച്ച് അതിൻ്റെ കൂട്ടിലേക്ക് ചേക്കേറുന്നു. മൃഗങ്ങളെ അഴിച്ചുവിട്ടാൽ അത് അതിൻ്റെ ആഹാരം തേടി കടന്നു പോകുന്നു, ഭക്ഷിച്ച് വൈകുന്നേരം കൂടണയുന്നു. മനുഷ്യൻ, ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്, സന്ധ്യ വരെയുള്ള അധ്വാനത്തിനായിട്ട് മനുഷ്യൻ ഓടുന്നു, രാത്രിയിൽ സന്ധ്യയ്ക്ക് അവരെ വീടണയുന്നു. അപ്പോൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പായിട്ട് അന്ന് ദൈവം തന്നിട്ടുള്ള ആഹാരം, ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ദൈവം നടത്തിയ എല്ലാവിധ ആയുസ്സും ആരോഗ്യവും എല്ലാറ്റിനും നമ്മൾ നന്ദി പറയുന്നു. നമുക്ക് ആരെങ്കിലും ഒരു ഗിഫ്റ്റ്, സമ്മാനം തന്നാൽ, അത് സപ്പോസ് നമുക്ക് ജൂൺ മാസം 15-ാം തീയതി ആരെങ്കിലും നമുക്ക് ഒരു ഗിഫ്റ്റ് തന്നു. എൻ്റെ കാഴ്ചപ്പാടിൽ നമ്മുടെ ഒരു കൾച്ചർ അനുസരിച്ച് അന്നേരം തന്നെ തന്ന വ്യക്തിയോട് നമ്മൾ നന്ദി പറയും, താങ്ക്സ് പറയും. ഈ ഡിസംബർ 31-ാം തീയതി ആകട്ടെ എന്ന് ആരും കരുതാറില്ല. നമ്മളൊരു വാഹനം വാങ്ങിച്ചു, നമ്മൾ അന്ന് തന്നെ ദൈവസ്ഥനിൽ അതിന് നന്ദി പറയും. നമ്മുടെ കുട്ടിക്കൊരു അഡ്മിഷൻ ലഭിച്ചു, വിവാഹം കഴിപ്പിച്ചു, ജീവിതത്തിൻ്റെ എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, നമ്മൾ അതിനെല്ലാം ദൈവസ്ഥനിൽ അപ്പോൾ തന്നെ നന്ദി പറയും. നമുക്ക് വേണ്ടി ആരെങ്കിലും ഒരു ഡോറ് തുറന്ന് പിടിച്ചു തന്നു, നമ്മൾ വരുമ്പോൾ നമ്മുടെ കയ്യിൽ താഴെപ്പോ ഒരു സാധനം ഒരാൾ എടുത്തു തന്നു, നമ്മൾ മറന്നു വെച്ചൊരു സാധനം ഒരാൾ കൊണ്ടു തന്നു, നമ്മൾ ആരും ഡിസംബർ മാസം 31-ാം തീയതി ആകട്ടെ എന്ന് പറഞ്ഞ്
നന്ദി പറയാൻ ഒരു അവധിക്ക് വെക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ തന്ന ആളിനോട് അപ്പോൾ തന്നെ തിരിഞ്ഞൊരു താങ്ക്സ് പറയാതെ പോകുന്നത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമല്ല. നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അത് മാത്രമല്ല, ഇതിന് രാത്രിയിൽ ആ സമയത്തിന് എന്താണ് ഇത്രമാത്രം പ്രാധാന്യം? രാത്രി 12 മണിക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തോട് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നാണ് നിങ്ങൾ മുഹൂർത്തം നോക്കരുത്. എന്താണ് മുഹൂർത്തം? ഏതെങ്കിലും ദിവസത്തിൻ്റെയോ കാലത്തിൻ്റെയോ ഒരു പ്രത്യേകമായി നിശ്ചയിക്കപ്പെട്ട സമയമാണ് മുഹൂർത്തം എന്ന് പറയുന്നത്. നിങ്ങൾ ഇസ്രായേൽ ദേശത്ത് ചെല്ലുമ്പോൾ അവിടെ ഒരുപാട് ജാതികൾ പാർക്കുന്നുണ്ട്. ആ ജാതികളുടെ വഴികളൊന്നും കണ്ട് നിങ്ങൾ പഠിക്കരുത്. ആ വഴികളൊക്കെ അവരനുഷ്ഠിക്കുന്നതൊക്കെ യഹോവയായ ദൈവത്തിന് വെറുപ്പാകുന്നു. നിങ്ങളത് കണ്ടുപഠിക്കാനായിട്ട് പാടില്ല. അപ്പം അവരോട് പല കാര്യങ്ങൾ, നിങ്ങൾ പ്രശ്നക്കാരെടുക്ക പോകരുത്, മുഹൂർത്തം നോക്കരുത്, അജ്ഞനക്കാർ, ഇങ്ങനെയുള്ള ഒന്നിലും നിങ്ങൾ നടക്കല്ല. അത് ചെയ്യുന്നവരെ ദൈവത്തിന് ഡിറ്റസ്റ്റബിൾ, ഏറ്റവും അധമമായ വെറുപ്പെന്നൊരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഏറ്റവും അടുത്ത ഒരാൾക്ക്, നമ്മുടെ സഹോദരനോ സഹോദരിക്കോ ഒരു കുഞ്ഞ് ജനിച്ചു. അവരെ നമ്മൾ പ്രസവത്തിന് വേണ്ടി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. രാത്രിയിൽ 12 മണിക്കോ 1 മണിക്കോ അല്ലെങ്കിൽ 2 മണിക്കോ ഏതെങ്കിലും ഒരു സമയത്ത് മാതാവ് കുഞ്ഞിന് ജന്മം നൽകിയെന്ന് ചിന്തിക്കുക. പിറ്റേ വർഷം അതേ ദിവസം നമുക്ക് ആ കുഞ്ഞിനെ അല്ല ആ മാതാവിനെ വിളിച്ചിട്ട് അല്ല ആ കുടുംബത്തെ വിളിച്ചിട്ട് ഒരു ഹാപ്പി ബർത്ത്ഡേ പറയണം, ജന്മദിനാശംസ നേരണം. അപ്പം നമ്മളാരും തിരക്കിയിട്ട് അത് കഴിഞ്ഞ വർഷം രാത്രി 12 മണിക്ക് ജനിച്ച കുഞ്ഞാണ്, അല്ലെങ്കിൽ 1 മണിക്ക് ജനിച്ച കുഞ്ഞാണ്. അപ്പോൾ രാത്രി അലാറം വെച്ച് എഴുന്നേറ്റ് 1 മണിക്ക് ഉറങ്ങിക്കിടക്കുന്ന ഈ മാതാപിതാക്കളെ വിളിച്ച് ആരും തന്നെ ഹാപ്പി ബർത്ത്ഡേ പറയാറില്ല. ഒന്നിൽ ഉറങ്ങുന്നതിന് മുമ്പ് തലേദിവസം വൈകിട്ട് തന്നെ വിളിച്ച് അഡ്വാൻസായിട്ട് ഹാപ്പി ബർത്ത്ഡേ പറയും, അല്ലെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് ഹാപ്പി ബർത്ത്ഡേ പറയും. അതേതൊരു കാര്യത്തിലും നമ്മൾ ചെയ്യുന്നൊരു കാര്യം ഇത് അങ്ങനെയാണ്. ഉറങ്ങിക്കിടക്കുന്ന ഒരാളെ വിളിച്ച് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാറില്ല. കാരണം എന്ന് ചോദിച്ചാൽ ആ സമയത്തിനല്ല പ്രാധാന്യം. ലോകത്തിലേക്ക് ജനിക്കപ്പെട്ട കുഞ്ഞിൻ്റെ ജനനത്തിനാണ് പ്രാധാന്യം, അല്ലേ? അപ്പോൾ ആ മുഹൂർത്തത്തിനോ ആ ദിവസത്തിനോ സമയത്തേക്കാൾ പ്രാധാന്യം ആ ജനിക്കപ്പെട്ട കുഞ്ഞിൻ്റെ ജനനത്തിനാണ്. ഇവിടെ ശരിക്കും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ ഓരോ രാജ്യത്തും വ്യത്യസ്ത സമയങ്ങളാണ്. ഒരു രാജ്യത്ത് തന്നെ പല ടൈം സോണുണ്ട്, പല വ്യത്യസ്തമായ സമയങ്ങളുണ്ട്. അതായത് നമ്മൾ മനസ്സിലാക്കി പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഭൂമി അതിൻ്റെ സാങ്കല്പികമായ അച്ചുതണ്ടിൽ 23 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചെരിഞ്ഞ് നിന്നുകൊണ്ട് സൂര്യനെ വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സ്വയം തിരികെയും അപ്പോൾ തന്നെ അതിൻ്റെ ഓർബിറ്റിലൂടെ അത് സൂര്യനെ പ്രദക്ഷിണം ചെയ്യുക, ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സ്വയം തിരിയുമ്പോഴാണ് നമുക്ക് പകലും രാത്രിയും ഉണ്ടാകുന്നത്, അല്ലെ സൃഷ്ടിക്കപ്പെടുന്നത്. സൂര്യന് അഭിമുഖമായി വരുന്ന ഭാഗത്ത് പകലും എതിർ ദിശയിൽ രാത്രിയുമാകും. അതിങ്ങനെ എപ്പോഴും തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഒരു മിനിറ്റ് പോലും നിർത്തില്ലാതെ. അങ്ങനെയാണ് നമുക്ക് അതൊരു വൃത്താകൃതിയിലുള്ള എന്ന് പറഞ്ഞാൽ ഒരു മുട്ടയുടെ ഷേപ്പിൽ വരുന്ന ദീർഘവൃത്താകൃതിയിലുള്ള ഒരു സഞ്ചാരപഥത്തിലൂടെ സഞ്ചരിക്കുക. അങ്ങനെ സൂര്യനിൽ നിന്ന് അകലുന്ന സമയത്താണ് നമുക്ക് ഇവിടെ കാലാവസ്ഥയ്ക്ക് ചൂട് മാറി തണുപ്പിലേക്ക് പോകുന്നതും, അത് സഞ്ചരിച്ച് സൂര്യനോട് ഏറ്റവും അടുത്ത് വരുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് അതിൻ്റെ ചൂട് നമുക്ക് അനുഭവപ്പെടുകയും നമ്മൾ സമ്മറെന്ന് വിശേഷിക്കപ്പെടുന്നു. അതിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇതിൽ നിന്ന് ഒരു മാറ്റവും വരുത്താൻ കഴിയത്തില്ല. അങ്ങനെ ഒരല്പം മാറ്റം സംഭവിച്ചാൽ ഇത് തണുത്തുറഞ്ഞൊരു ഗോളമായിട്ട് മാറ്റപ്പെടും. കൂടുതൽ അടുത്ത് കഴിഞ്ഞാൽ അത് ചുട്ടുപൊള്ളുന്ന ഒരു ഗോളമായി മാറ്റപ്പെടും. അപ്പം ദൈവം അതിനെ ആക്കി വച്ചിരിക്കുന്ന ആ സ്ഥാനത്ത്
അത് കൃത്യമായി അതിൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കറിയാം, ഇതിങ്ങനെ സൂര്യനെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അതിന് 365 ദിവസം എടുത്തുകൊണ്ട് ഒരു പ്രാവശ്യം വലയം വെക്കുന്നു. മനുഷ്യനാണ് ഇതിനെ ഒരു വർഷമായിട്ട് നമ്മൾ അത് കണ്ടുപിടിക്കുകയും അത് തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ അതിനെ ഭാഗിച്ച് 365 ദിവസം വരെ നമ്മൾ 12 മാസങ്ങളാക്കി നമ്മളതിനെ മാറ്റി ഓരോ മാസത്തിന് ഡേറ്റുകൾ കൊടുത്ത് തിരിച്ചറിയാൻ ഉള്ള സൗകര്യത്തിൽ നമ്മൾ അങ്ങനെ ആക്കി വെച്ചിരിക്കുന്നു. ഇതെല്ലാം മനുഷ്യ നിർമ്മിതമായ നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പം ഇത് യഹൂദന്മാർ ആചരിച്ചിരുന്ന അവരുടെ മാസങ്ങൾ, അവരുടെ പേരുകളും മാസങ്ങളും ഉണ്ട്. അബീബ്, സീബ്, സീബാൻ എന്ന് പറയുന്ന യഹൂദ മാസങ്ങളുണ്ട്. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ജനനത്തോടുകൂടി AD എന്നും BC എന്നും കാലഘട്ടം രണ്ടായി തിരിച്ചുകൊണ്ട് ക്രിസ്തുവിന് മുൻപുള്ള കാലഘട്ടം BC എന്നും ക്രിസ്തു മുതൽ അതിന് ശേഷമുള്ള കാലഘട്ടം AD എന്നും അറിയപ്പെടുകയാണ്. ഇന്ന് AD 2024 ആണ് നാം ആയിരിക്കുന്നത്. അത് യേശുക്രിസ്തുവിൻ്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട് നാം ഇന്ന് അംഗീകരിക്കപ്പെട്ട ഇംഗ്ലീഷ് കലണ്ടറും ഇംഗ്ലീഷ് മാസവുമാണ്. അപ്പം ആ ഒരു ഇതനുസരിച്ച് ഡിസംബർ മാസം 25 നമ്മൾ ക്രിസ്തുമസായിട്ട് ആ ദിവസം അംഗീകരിച്ച് അങ്ങ് തിരഞ്ഞെടുത്ത് നമ്മളതിന് ക്രിസ്തുമസ് ആഘോഷിക്കുന്നു. എന്നാൽ 4 സുവിശേഷകരും ഇത് ഡിസംബർ മാസം 25 ആണെന്നോ അല്ലെങ്കിൽ അന്നത്തെ യഹൂദ കലണ്ടർ രേഖപ്പെടുത്തിയിട്ടില്ല, ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. നമ്മളൊരു ദിവസത്തെ അംഗീകരിച്ച് അങ്ങനെ വെച്ചിരിക്കുന്നു, ലോകമെമ്പാടും അത് ആചരിക്കുന്നു. അപ്പോൾ തന്നെ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭകൾ, ജൂലിയൻ കലണ്ടർ നോക്കുന്ന ഗ്രീക്ക് ഓർത്തഡോക്സ് സഭകൾ ജനുവരി 7 അവരെ ക്രിസ്തുമസായിട്ട് ആഘോഷിക്കുന്നത്. ഇപ്പം ഇന്ത്യയിൽ തന്നെ പല പ്രാദേശികമായിട്ടുള്ള പല വർഷങ്ങളുണ്ട്. മലയാളികൾക്ക് മലയാള വർഷമുണ്ട്. അതിൽ ചിങ്ങമാസമാണ് അതിൻ്റെ പ്രാരംഭമാസം ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. അപ്പം മലയാളികൾ പലരും ഇന്നും ചിങ്ങമാസം മലയാള വർഷമായിട്ട് വളരെ കാര്യത്തോടെ ആഘോഷിക്കുകയും ആ ചിങ്ങമാസത്തിലാണ് തിരുവോണമൊക്കെ കേരളം ആഘോഷിക്കുന്നത്. ഇന്ന് നോർത്ത് ഇന്ത്യയിലേക്ക് പോകുമ്പോൾ അവർക്ക് അവരുടേതായ പുതുവത്സരമുണ്ട്. ദീപാവലി ആഘോഷിച്ച് ചില ദിവസങ്ങൾ കഴിയുമ്പോൾ അത് പുതുവർഷം അവർ സ്വീകരിക്കുന്നു. ഞാൻ ഇപ്പോൾ 5 വർഷമായിട്ട് മേളിലായിട്ട് അമേരിക്കയിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഈ ദീപാവലി ഇവിടെയുള്ള ഹിന്ദു ജനത, നോർത്ത് ഇന്ത്യൻസ് ഗംഭീരമായിട്ട് ആഘോഷിക്കാറുണ്ട്. ആഘോഷിക്കുകയും അവരുടെ പുതുവർഷം വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കുകയും അവർ സ്വീറ്റ്സൊക്കെ എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ടൊക്കെ ചെയ്യുന്ന കാണാം. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ചൈന, അതുപോലെ തന്നെ വിയറ്റ്നാം, ഫിലിപ്പീൻസ് ഈ രാജ്യങ്ങളിൽപ്പെട്ടവരുണ്ട്. അവർക്ക് അവരുടേതായ ഒരു ന്യൂ ഇയർ, അത് അവരുടെ പ്രാദേശികമായ പുതുവത്സരമാണ്. അത് അവർ ആഘോഷിക്കുന്നത് കാണാൻ കഴിയും. അപ്പം ഞാൻ പറഞ്ഞത്, ഓരോ രാജ്യങ്ങളിൽ തന്നെ ഓരോ സംസ്ഥാനത്തും അവർ ആഘോഷിക്കുന്ന അവരുടെ പ്രാദേശികമായിട്ടുള്ള പുതുവത്സരങ്ങളും അതിൻ്റെ ആഘോഷങ്ങളുമുണ്ട്. എന്നാൽ പൊതുവെ അംഗീകരിക്കപ്പെട്ട ഈ ഇംഗ്ലീഷ് കലണ്ടർ അനുസരിച്ച് നാം ജനുവരി മാസത്തെ 1-ാമത്തെ മാസമായും അതിൻ്റെ 1-ാം തീയതി പുതുവത്സരത്തിൻ്റെ പിറവിയായിട്ടും നമ്മൾ ആഘോഷിച്ച് മുൻപോട്ട് പോകുന്നൊരു കാഴ്ചകളാണ്. ഞാൻ ഇതിനോടൊന്നും എതിരല്ല. അതൊരു സന്തോഷം പങ്കുവയ്ക്കൽ ഒക്കെയാണ്. പക്ഷെങ്കിൽ അതിനാ ഒരു സമയത്തിന് ഇത്രമാത്രം പ്രാധാന്യം കൊടുക്കണമോ? എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ സന്ധ്യയ്ക്ക് കൂടി നമ്മൾ സാധാരണ ഒരു പ്രാർത്ഥന പോലെ ആ മുഹൂർത്തത്തിന്, ആ സമയത്തിന് ഒരു ചൂട് മുന്നോട്ടൊക്കെ കയറി നിന്ന് അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാതെ നമ്മളെ നടത്തിയ, നമ്മളെ പരിപാലിച്ച, ജീവനും ഭക്തിക്കുമൊക്കെ വേണ്ടതെല്ലാം ദാനമായി തന്ന കർത്താവിനെ കൂടി പ്രാർത്ഥിച്ച് മടങ്ങിക്കൂടാ. നേരത്തെയൊക്കെ എൻ്റെ ഓർമ്മയിൽ പല എപ്പിസ്കോപ്പൽ സഭകളും, ഓർത്തഡോക്സ് ആകട്ടെ, യാക്കോബായ സഭകളാകട്ടെ, മർത്തോമ സഭകളാകട്ടെ, അതുപോലെ പാതിരാ കുർബാനകളും പാതിരാ പ്രാർത്ഥനകളൊക്കെ സംഘടിപ്പിച്ചിരുന്നു. എന്നാൽ പിന്നത്തേതിൽ അവർക്ക് കുറച്ചുകൂടെ ബോധ്യത കൈവരികയും ആ സമയത്തേക്കാൾ പ്രാധാന്യം, ആ മുഹൂർത്തത്തേക്കാൾ പ്രാധാന്യം വസ്തുതയ്ക്കാണെന്ന് ബോധ്യപ്പെട്ട് സന്ധ്യാസമയങ്ങളിൽ ആലയത്തിൽ കൂടി വന്ന്, ദേവാലയങ്ങളിൽ കൂടി വന്ന് പ്രാർത്ഥിച്ച് പിരിഞ്ഞു പോകുന്ന ആ ഒരു ബോധ്യത്തിലേക്ക്
അല്ലെങ്കിൽ ആ ഒരു ബോധത്തിലേക്ക്, ഇതിലേത് പദമാണ് എന്നുള്ളത് നമ്മൾ തന്നെ ചിന്തിക്കേണ്ടതാണ്. ഒന്നുകിൽ ആ ഒരു ബോധ്യത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ബോധത്തിലേക്ക് അവർ വരികയും ചെയ്തു. എന്നാൽ ഖേദമെന്ന് പറയട്ടെ, ഇന്നും പെന്തക്കോസ്ത് സഭകളിൽ പലയിടത്തും മാറ്റം വരാതെ പോകുന്ന ഒരു കാഴ്ചയാണ് ഈ പാതിരായി കിടന്നുപോയി പ്രാർത്ഥിച്ച് കടന്നു വരുന്ന പുതുവത്സര സ്വീകരണമൊക്കെ നടത്തുന്ന ഒരു കാര്യം. ഇപ്പം ഞാൻ ഇതിലൂടെ വിശുദ്ധ വേദപുസ്തകത്തിലൂടെ, വേദപുസ്തകം എന്താണ് നമ്മളോട് ഇതിനെക്കുറിച്ച് പറയുന്നത്, ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ദൈവമായ കർത്താവ് നമ്മളെ അതിനായിട്ട് സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതിൽ നമ്മൾ വിശുദ്ധ തിരുവചനം പഠിക്കുമ്പം, ആവർത്തന പുസ്തകം പഠിക്കുമ്പം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ യഹോവയുടെ ദൃഷ്ടി അതിനുമേലിരിക്കുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിവിധ ഭാഗങ്ങളിലായിട്ട് മാസങ്ങളെക്കുറിച്ചൊക്കെ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പം പെന്തക്കോസ്ത് സഭ എന്ന് പറയുന്നത് അപ്പോസ്തോലികമായ ഉപദേശത്തിലും അപ്പോസ്തലന്മാർ കാട്ടിത്തന്ന മാതൃകയിലും അടിസ്ഥാനപ്പെട്ട് നിൽക്കുന്നതായ ഒന്നാണ്. ഈ പുതിയ നിയമഭാഗങ്ങളിലെങ്ങും തന്നെ നമുക്ക് ആദിമസഭ ഇങ്ങനെ ഒരു ആചാരം അനുഷ്ഠിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. ഞാൻ ഈ രണ്ടാമത്തെ ഭാഗത്തായിട്ട് ഇത് ബാക്കി കാര്യങ്ങൾ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ദയവായിട്ട് ഈ കാര്യങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ശ്രദ്ധയോടെ കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്നു.